നമസ്കാരം. ആലപ്പുഴ അപകടം നടന്ന ശേഷം നമ്മുടെ സർക്കാരിൻ്റെ ഭാഗത്ത് നിന്നുമുണ്ടായ 2-3 പ്രഹസനങ്ങൾ ചൂണ്ടിക്കാണിക്കാനാണ് ഈ വീഡിയോ. കാരണം ഒരു അപകടം നടക്കുമ്പോൾ ഏത് കാര്യമാണോ നമ്മൾ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ടത്, അങ്ങോട്ട് ശ്രദ്ധിക്കാതെ ഒരു കാര്യവുമില്ലാത്ത ചില കാര്യങ്ങൾ ചെയ്യുന്ന ഏർപ്പാട് നമ്മുടെ സർക്കാരിന് പണ്ട് മുതലേ ഉണ്ട്, ഇപ്പോഴുമുണ്ട്. ആലപ്പുഴയിൽ ഒരു KSRTC ബസ്സിലേക്ക് ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ പഠിക്കുന്ന MBBS വിദ്യാർത്ഥികൾ സഞ്ചരിച്ചിരുന്ന വണ്ടി ഇടിച്ചു കയറി 6 പേര് മരണപ്പെട്ട വാർത്ത നമ്മൾ ആരും മറന്നിട്ടില്ല. 4 കുട്ടികൾക്ക് പരിക്ക് പറ്റി. ഈ സംഭവത്തെ തുടർന്ന് പോലീസ് ആദ്യം ചെയ്ത പരിപാടി ആ വണ്ടി ചെന്നിടിച്ച KSRTC ബസ് ഡ്രൈവർക്ക് എതിരെ കേസെടുക്കുക എന്നതാണ്. നിങ്ങളെല്ലാവരും ആ CCTV ഫുട്ടേജ് കണ്ടു കാണും. KSRTC ബസ് അതിൻ്റെ ലേനിൽ കൂടി കൃത്യമായിട്ട് വരികയാണ്. ഡബിൾ വേ ട്രാഫിക്കുള്ള റോഡാണ്, വൺ വേ അല്ല. അങ്ങോട്ടും ഇങ്ങോട്ടും വണ്ടി പോകുന്ന റോഡാണ്. അതിൽ ഇടതുവശത്തു കൂടി KSRTC ബസ് കൃത്യമായിട്ട് അതിൻ്റെ ലേനിൽ കൂടി തന്നെ വരികയാണ്. ആ ബസ്സിൻ്റെ മുമ്പിൽ മറ്റൊരു കാറുമുണ്ട്. KSRTC ബസ് റോഡിന് നടുക്കൂടല്ല വരുന്നത്. ആ കാറിനെ മറികടക്കാൻ ശ്രമിച്ചിട്ടില്ല. ഈ വിദ്യാർത്ഥികൾ സഞ്ചരിച്ചിരുന്ന വാഹനം അതിനെതിരെ ചെന്ന് ആദ്യം KSRTCയുടെ മുമ്പിൽ പോയിരുന്ന കാറിൽ അത് ഇടിക്കേണ്ടതായിരുന്നു. പക്ഷേ ആ കാറ് ഒരു സെക്കൻഡ് നേരം കൊണ്ട് മുമ്പോട്ട് കടന്നു പോയതുകൊണ്ട് അതിൽ തട്ടിയില്ല. തൊട്ടു പിന്നാലെ വന്ന KSRTCയുടെ മുമ്പിലേക്ക് ഈ കുട്ടികളുടെ വണ്ടി ചെന്ന് കയറുകയായിരുന്നു. ആ ഡ്രൈവർക്ക് യാതൊന്നും ചെയ്യാൻ പറ്റില്ല. അയാളുടെ ഭാഗത്ത് ഒരു തെറ്റുമില്ല. തെറ്റ് മൊത്തം ഈ കുട്ടികളുടെ ഭാഗത്ത് തന്നെയാണ്, വണ്ടി ഓടിച്ച കുട്ടിയുടെ ഭാഗത്ത് തന്നെയാണ്. അങ്ങനെയാണ് സംഭവം എന്നിരിക്കെ നമ്മുടെ പോലീസ് എന്തിനാണ് ആ ഡ്രൈവർക്കെതിരെ കേസെടുത്തത്? പിന്നീട് അവർക്ക് മനസ്സിലായി ചെയ്തത് ശരിയായില്ല. അവർ FIR ക്യാൻസൽ ചെയ്തിട്ട് ആ വണ്ടി ഓടിച്ച പയ്യനെതിരെ കേസെടുത്തു. അപ്പോൾ നമ്മുടെ പോലീസ് എന്തിനാണ് തിടുക്കപ്പെട്ട് KSRTC ഡ്രൈവർക്കെതിരെ കേസെടുത്തത് എന്നതാണ് ഒന്നാമത്തേത്. രണ്ടാമത്തെ സംഭവം ആ പയ്യനെതിരെ കേസെടുത്തു എന്നതാണ്. അശ്രദ്ധമായിട്ട് വണ്ടി ഓടിച്ചതിന് പോലീസ് അവനെതിരെ കേസെടുത്തു. അവൻ അശ്രദ്ധമായിട്ട് വണ്ടി ഓടിച്ചു, ഒരു സംശയവുമില്ല. പക്ഷേ ഇത്തരമൊരു ഘട്ടത്തിൽ ആ പയ്യനെതിരെ എന്തിനാണ് പോലീസ് കേസെടുത്തത്? നിയമവും നടപടികളൊക്കെ നിൽക്കുന്നത്. നമ്മൾ അല്പം മനുഷ്യത്വത്തോടെ ചിന്തിച്ചു കഴിഞ്ഞാൽ ഈ നിയമമെല്ലാം മനുഷ്യർക്ക് വേണ്ടിയുള്ളതാണ്, എല്ലാ മനുഷ്യർ നിയമത്തിന് വേണ്ടിയുള്ളതല്ല. ഈ പയ്യൻ്റെ അടുത്ത കൂട്ടുകാർ 6 പേര് മരണപ്പെട്ടു. അതിനവനാണ് കാരണക്കാരൻ. മനഃപൂർവ്വം ചെയ്തതല്ല. കൂടെ ഉണ്ടായിരുന്ന മറ്റ് 4 പേർക്ക് പരിക്ക് പറ്റി. വളരെ വലിയൊരു ദുരന്തത്തിൻ്റെ നടുവിൽ നിൽക്കുന്ന ആ പയ്യൻ, അവനും ആശുപത്രിയിലാണ്. അങ്ങനെയുള്ള ഒരു സമയത്ത് അവൻ്റെ മനസ്സൊന്ന് തണുക്കുന്നത് വരെയെങ്കിലും പോലീസിന് കാത്തിരിക്കാമായിരുന്നു. പോലീസ് പെട്ടെന്ന് തന്നെ അവനെതിരെ കേസെടുത്തു. പത്രത്തിലെല്ലാം വാർത്തയാണ്, വണ്ടി ഓടിച്ചിരുന്ന പയ്യനെതിരെ പോലീസ് കേസെടുത്തു. എന്തിനായിരുന്നു ഇത്ര തിടുക്കപ്പെട്ട് പോലീസ് പയ്യനെതിരെ കേസെടുത്തത്? അവനെവിടെങ്കിലും ഒളിച്ചോടാൻ പോകുന്നുണ്ടായിരുന്നു. ഇനി മൂന്നാമത്തെ സംഭവം ഈ വണ്ടി ഈ കുട്ടികൾക്ക് കൊടുത്ത ആളുമായിട്ട് ബന്ധപ്പെട്ടാണ്. അയാൾക്കെതിരെ നടപടി ഉണ്ടാകുമെന്ന് പറഞ്ഞിരിക്കുന്നത് MVD ആണ്. അതിനവർ കുറേ കാരണങ്ങൾ പറയുന്നുണ്ട്. ഒന്ന്, അയാൾ കുട്ടികൾക്ക് വണ്ടി വാടകയ്ക്ക് നൽകി, പഴയ വണ്ടിയാണ്. അതുകൂടാതെ ഇയാൾക്ക് അങ്ങനെ വണ്ടി വാടകയ്ക്ക് നൽകാനുള്ള അധികാരമില്ല, കാരണം അയാൾ റെൻ്റേ കാർ ലൈസൻസ് എടുത്തിട്ടില്ല. ഇങ്ങനെയൊക്കെ ചില കാരണങ്ങൾ പറഞ്ഞ് അയാൾക്കെതിരെ നടപടി ഉണ്ടാകും, അയാളെ വിളിച്ചു വരുത്തി ചോദ്യം ചെയ്യും എന്നൊക്കെയാണ് MVD പറയുന്നത്. ഇതും കൂടാതെ ആലപ്പുഴ MVD പറഞ്ഞ മറ്റൊരു കാര്യം, ഈ അപകടം ഉണ്ടായതിൻ്റെ കാരണം വണ്ടിയുടെ പഴക്കമാണെന്നാണ്. ഞാനിപ്പോൾ ഇത് പറയുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, ഈ അപകടമുണ്ടായതിൻ്റെ മൂല കാരണം എന്താണോ അതാരും പറയുന്നില്ല. ആ അപകടത്തിൻ്റെ പ്രധാന കാരണത്തെ ലഘൂകരിക്കുവാൻ വേണ്ടിയാണ് ഇവരിങ്ങനെയൊക്കെയുള്ള ചില പുതിയ പുതിയ കാരണങ്ങളോ അല്ലെങ്കിൽ നടപടികളോ ഒക്കെ എടുക്കുന്നത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സർക്കാർ ജനങ്ങളെ കാണിക്കുകയാണ്, ഞങ്ങൾ അപകടം ഉണ്ടായപ്പോൾ തന്നെ ചില നടപടികളെടുത്തു. അയാൾക്കെതിരെ കേസെടുത്തു, ഇയാൾക്കെതിരെ കേസെടുത്തു, മറ്റേയാളെ വിളിച്ചു വരുത്തി ചോദ്യം ചെയ്യും, റോഡിന് വല്ല കുഴപ്പമുണ്ടോ നോക്കും. ഇതൊക്കെയാണ് ഇവരുടെ നടപടി. ഈ അപകടമുണ്ടായതിൻ്റെ മൂല കാരണം എന്താണ് എന്നുള്ളത് സർക്കാരും സർക്കാരിൻ്റെ സംവിധാനങ്ങളും പറയുന്നതിന് പകരം അതൊന്നുമല്ല കാരണം, മറ്റെന്തോ ചില കാരണം മൂലമാണ് ഈ അപകടം സംഭവിച്ച തരത്തിലാണ് തുടക്കം മുതൽ വാർത്തകൾ വരുന്നത്. മൂല കാരണം എന്താണ്? അശ്രദ്ധമായ അപക്വമായ ഡ്രൈവിംഗ്. വണ്ടി ഓടിച്ച പയ്യൻ അശ്രദ്ധയോടെ അമിത വേഗത്തിൽ അപക്വമായിട്ട് വണ്ടി ഓടിച്ചു. അങ്ങനെയാണെങ്കിൽ ഇവർ നടപടിയെടുക്കേണ്ടത് ആർക്കെതിരെയാണ്? ഞാൻ പറയും, ആദ്യം നടപടിയെടുക്കേണ്ടത് ഏത് ഡ്രൈവിംഗ് സ്കൂളിലാണോ ഈ പയ്യനെ വണ്ടി ഓടിക്കാൻ പഠിപ്പിച്ചത് അവർക്കെതിരെയാണ് ആദ്യത്തെ നടപടി വേണ്ടത്. കാരണം വണ്ടി ഓടിക്കാൻ അറിയാത്ത ഒരാളെ
ഡ്രൈവിംഗ് ടെസ്റ്റിന് കൊണ്ടുപോയി. രണ്ടാമത്തെ നടപടി ഇവരെടുക്കുന്നെങ്കിൽ എടുക്കേണ്ടത് ഈ പയ്യൻ്റെ ഡ്രൈവിംഗ് ടെസ്റ്റ് പാസ്സാക്കിയ ഇൻസ്പെക്ടർക്കെതിരെയാണ്. ഏത് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടറാണോ ഇയാളുടെ ഡ്രൈവിംഗ് നിരീക്ഷിച്ച് ഇയാൾക്ക് ലൈസൻസ് കൊടുത്തത് അയാളും ഉത്തരവാദിയാണ്. കാരണം 19 വയസ്സുള്ളൊരു പയ്യനാണ്. 5-6 മാസം മുമ്പ് മാത്രമാണ് അവൻ ലൈസൻസ് കിട്ടിയത്. അങ്ങനെയുള്ള ഒരുത്തിന് ലൈസൻസ് കൊടുത്ത MVD അവനെ ഡ്രൈവിംഗ് പഠിപ്പിച്ച സ്കൂളും ഒരുപോലെ ഉത്തരവാദികളാണ് ഈ അപകടത്തിൽ. കാരണം ഇവർ വണ്ടി ഓടിക്കാൻ അറിഞ്ഞുകൂടാ. ഒരു അപകടം നടക്കുമ്പോൾ ആ അപകടത്തിൻ്റെ മൂലകാരണം എന്താണോ ആ കാരണത്തെ കോൺസെൻട്രേറ്റ് ചെയ്ത് വേണം നടപടികൾ വരാൻ. ഈ വണ്ടി ഓടിക്കാൻ പഠിപ്പിക്കുന്ന ഡ്രൈവിംഗ് സ്കൂളുകാർ എത്ര പേരാണ് ഈ കുട്ടികളെ റോഡിൽ വണ്ടി ഓടിക്കാൻ ശരിയായിട്ട് പഠിപ്പിക്കുന്നത്? ഡ്രൈവിംഗ് ടെസ്റ്റ് നടത്തി ലൈസൻസ് കൊടുക്കുന്ന ഇൻസ്പെക്ടർമാർ ഈ കുട്ടികൾക്ക് ശ്രദ്ധയോടെ വണ്ടി ഓടിക്കാനുള്ള കഴിവുണ്ടെന്ന് വിലയിരുത്തുന്നുണ്ടോ? നമ്മുടെ നാട്ടിലെ ഡ്രൈവിംഗ് ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു 8ഉം 8ഉം ഒരല്പം റോഡിലൂടെയുള്ള യാത്രയും മാത്രമാണ്. ഡ്രൈവിംഗ് സ്കൂളുകാർ ഗിയറിടാനും സ്റ്റിയറിംഗ് ബാലൻസും പഠിപ്പിക്കും. വണ്ടി നിർത്താനും സ്റ്റാർട്ട് ചെയ്യാനും ഓടിക്കാനും പഠിപ്പിക്കും. റോഡിൽ എങ്ങനെ പെരുമാറണം, ഇവരിതെല്ലാം കഴിഞ്ഞിട്ട് റോഡിലോട്ടാണ് ഇറങ്ങുന്നത്. അവിടെ എങ്ങനെ പെരുമാറണം, അവിടെ എങ്ങനെ വണ്ടി ഓടിക്കണം എന്ന് ആരാണ് ഈ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കേണ്ടത്? അതെവിടെയെങ്കിലും ആരെങ്കിലും പറഞ്ഞു കൊടുക്കുന്നുണ്ടോ? പറഞ്ഞു കൊടുക്കുന്നില്ല. അപ്പോൾ ഇത്തരത്തിലുള്ള പ്രഹസനങ്ങൾ ഒരു അപകടം നടന്നു കഴിയുമ്പോൾ ഒന്നുകിൽ മിനിമം ഈ അപകടം നടന്നത് അശ്രദ്ധമായ ഡ്രൈവിംഗ് കൊണ്ടാണ്, അമിത വേഗത്തിൽ വണ്ടി ഓടിച്ചതുകൊണ്ടാണ്, മഴയുള്ള സമയത്ത് അതിവേഗത്തിൽ ഓടിച്ചതുകൊണ്ടാണ്, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഊന്നി പറഞ്ഞ് ആൾക്കാരെ ബോധവൽക്കരിക്കുകയും അശ്രദ്ധമായിട്ട് വണ്ടി ഓടിക്കുന്ന ആൾക്കാർക്കെതിരെ നടപടിയെടുക്കാൻ എന്താണോ ചെയ്യാൻ പറ്റുന്നത് അത് ചെയ്യുകയും ഒക്കെ ചെയ്യുന്നതിന് പകരം യാതൊരു വിധമായിട്ടുള്ള ഗുണവുമില്ലാത്ത ചില കാര്യങ്ങളാണ് നടപടി എന്ന പേരിൽ സർക്കാർ ചെയ്യുന്നത്. നമ്മുടെ നാട്ടിലെ റോഡുകളിൽ വണ്ടി ഓടിക്കുന്ന ആൾക്കാരിൽ 50% അധികം ആൾക്കാർക്കും വണ്ടി ഓടിക്കാൻ അറിഞ്ഞുകൂടാ. സ്റ്റിയറിംഗ് തിരിക്കാനും ഗിയറിടാനും ബ്രേക്ക് പിടിക്കാനും അറിയാമെങ്കിൽ വണ്ടി ഓടിക്കാം എന്നാണ് പലരും കരുതുന്നത്. യഥാർത്ഥത്തിൽ ഒരു അപകടമുണ്ടാകാനുള്ള സാഹചര്യം മുൻകൂട്ടി മനസ്സിലാക്കി അതനുസരിച്ച് വണ്ടി ഓടിക്കുന്നവരാണ് വണ്ടി ഓടിക്കാൻ പഠിച്ചിട്ടുള്ളവർ. അതല്ലാത്തവർ അപകടത്തെക്കുറിച്ച് യാതൊരു ബോധവുമില്ലാതെ എല്ലായിടത്തും അശ്രദ്ധയോടെ തോന്നിയതുപോലെ വണ്ടി ഓടിക്കും. വളവുകളിൽ വരുന്ന വേഗത്തിൽ തന്നെ വീശിയെടുത്ത് തിരിയുക, വളവുകളിൽ ഓവർടേക്ക് ചെയ്യുക, പിന്നിൽ വരുന്ന വണ്ടിയെ നോക്കാതെ വണ്ടി വലത്തോട്ടോ ഇടത്തോട്ടോ തിരിക്കുക, ഇൻഡിക്കേറ്റർ കൊടുക്കാതെ വലത്തോട്ടോ ഇടത്തോട്ടോ തിരിയുക, ഒരു സബ് റോഡിൽ നിന്നും മെയിൻ റോഡിലേക്ക് അശ്രദ്ധമായിട്ട് വന്നു കയറുക, പെട്ടെന്ന് ബ്രേക്ക് പിടിക്കുക, വളവുകളിൽ വണ്ടി പാർക്ക് ചെയ്തിടുക, രാത്രികാലങ്ങളിൽ റോഡ് സൈഡിൽ വണ്ടി കൊണ്ട് നിർത്തിയിട്ട് പാർക്കിലേക്ക് ഇടാതിരിക്കുക. ഇങ്ങനെ അപകടമുണ്ടാകാൻ കാരണമാകുന്ന നിരവധി അശ്രദ്ധകളും തെറ്റുകളും നമ്മുടെ റോഡുകളിൽ വണ്ടി ഓടിക്കുന്ന ആൾക്കാരുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ പരിമിതപ്പെടുത്താൻ, ഇങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ച് കൃത്യമായിട്ടുള്ള ഒരു ബോധം ആൾക്കാർക്കുണ്ടാകാൻ എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നതിന് പകരം തീർത്തും അശ്രദ്ധയോടെ അപകടമുണ്ടാക്കുന്ന തരത്തിൽ വണ്ടി ഓടിക്കുന്ന ആൾക്കാരെ കണ്ടെത്താനുള്ള എന്തെങ്കിലും സംവിധാനം ഉണ്ടാക്കുന്നതിന് പകരം ഒരു അപകടം ഉണ്ടാകുമ്പോൾ അതിൻ്റെ യഥാർത്ഥ കാരണം പോലും പറയാതെ മറ്റ് ചില കാരണങ്ങൾ കൊണ്ടാണ് ഇതുണ്ടായെന്ന് വരുത്തി തീർക്കാൻ ശ്രമിക്കുന്നതെങ്കിലും മിനിമം നമ്മുടെ സർക്കാർ നിർത്തിവെക്കണം. അതുപോലെ തന്നെ ഡ്രൈവിംഗ് സ്കൂളുകാരെയും മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റിനെയും ഒക്കെ ഒന്നുകൂടി ബോധവൽക്കരിക്കണം. ഒരാൾക്ക് ലൈസൻസ് കൊടുക്കുമ്പോൾ അയാളെ ലൈസൻസ് കിട്ടാൻ യോഗ്യനാണ് എന്നുള്ളത് അവർ ഉറപ്പുവരുത്തണം. അതുകൂടാതെ വീടുകളിൽ നിന്നും കുട്ടികളെ ഡ്രൈവിങ്ങിന് പറഞ്ഞു വിടുന്ന അച്ഛനമ്മമാർ ആ കുട്ടിയുടെ സ്വഭാവം എങ്ങനെയുള്ളതാണെന്ന് മനസ്സിലാക്കിയിട്ട് വേണം അവരെ വിടാൻ. അവർക്ക് അത്ര ചെറിയ പ്രായത്തിൽ ഡ്രൈവിംഗ് പഠിക്കേണ്ട ആവശ്യമുണ്ടോ? അഥവാ പഠിച്ചാൽ തന്നെ അവരോട് റോഡിലേക്ക് വണ്ടി എടുത്തുകൊണ്ട് പോകുന്നതിന് മുമ്പ് ഒരുപാട് വട്ടം സാധാരണ നാട്ടിൻപുറത്തെ റോഡുകളിലൊക്കെ ഓടിച്ച് പഠിച്ച് പരിചയമായ ശേഷം വീട്ടുകാർക്ക് കൂടി ഒരു ഉറപ്പൊക്കെ വന്ന ശേഷം വേണം ഇങ്ങനെയൊക്കെയുള്ള പ്രധാന റോഡുകളിൽ പ്രത്യേകിച്ചും രാത്രികാലങ്ങളിലൊക്കെ വണ്ടിയുമായിട്ട് വിടാൻ. എന്നാൽ നമ്മുടെ അച്ഛനമ്മമാർക്ക് കുട്ടികളിൽ വലിയ വിശ്വാസമാണ്. അവൻ വണ്ടി ഓടിക്കാൻ അറിയാം, അവൻ ഓടിച്ചോളും. 2023 നമ്മുടെ റോഡുകളിലാകെ 4000 ചില്ലുവാനും ആൾക്കാർ മരിച്ചെന്നാണ് കേരള പോലീസിൻ്റെ റെക്കോർഡിലുള്ളത്. 50,000-ലേറെ പേർക്ക് പരിക്ക് പറ്റി. അപ്പോൾ ഇത്രയേറെ ആൾക്കാർ നമ്മുടെ റോഡുകളിൽ പൊലിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എന്തുകൊണ്ടാണിത്? ഇതിന് മൂല കാരണം അശ്രദ്ധമായ ഡ്രൈവിംഗ് ആണ്. ഡ്രൈവിംഗ് പ്രോപ്പറായിട്ട് അറിയാൻ വയ്യാത്തതാണ്. അപ്പോൾ ഈ കാരണം കൊണ്ട് മാത്രമാണ് അപകടം ഉണ്ടാകുന്നത്. മറ്റു കാരണങ്ങളൊക്കെ രണ്ടാമതോ മൂന്നാമതോ മാത്രമേ വരുന്നുള്ളൂ. മറ്റേത് കാരണമായാലും പ്രധാനമായിട്ടും നമ്മുടെ റോഡുകളിൽ അപകടം നടക്കുന്നത് അഹങ്കാരം, അശ്രദ്ധ, അറിവില്ലായ്മ എന്നിവ ഡ്രൈവിങ്ങിൽ കലരുമ്പോഴാണ്.
അപ്പോൾ ഇതിന് പരിഹാരം കണ്ടെത്താനായിട്ടാണ് പോലീസായാലും MVD ആയാലും ശ്രമിക്കേണ്ടത്. അതിന് പരിഹാരം കണ്ടെത്താൻ നിങ്ങൾക്കായാൽ നമ്മുടെ റോഡുകളിൽ പൊലിയുന്ന ജീവനുകൾക്ക് ഗണ്യമായ കുറവുണ്ടാകും, ഒരു സംശയമില്ല. അശ്രദ്ധമായിട്ട് വണ്ടി ഓടിക്കുന്ന ആൾക്കാരെ കണ്ടുപിടിക്കാൻ, ഹെൽമെറ്റ് പിടിക്കാനും സീറ്റ് ബെൽറ്റ് പിടിക്കാനും മെനക്കെടുന്ന സമയത്തിൻ്റെ ഒരു 10-ലൊന്നെങ്കിലും അശ്രദ്ധമായിട്ട് വണ്ടി ഓടിക്കുന്ന ആൾക്കാരെ കണ്ടുപിടിക്കാൻ ഒന്ന് മെനക്കെടുത്തിയാൽ നമ്മുടെ റോഡുകൾക്ക് നല്ല മാറ്റമുണ്ടാകും. രാത്രി വണ്ടി ഓടിക്കുമ്പോൾ എതിരെ വരുന്ന ആൾക്ക് ഹൈ ബീം ഇട്ട് കഴിഞ്ഞാൽ കണ്ണ് കാണാൻ പറ്റില്ല എന്ന അറിവ് പോലും ഇല്ലാത്ത എത്രയോ പേര് ഇപ്പോഴും നമ്മുടെ റോഡിലുണ്ട്. കണ്ണ് കാണാതെ വരുമ്പോൾ ഒന്ന് ഡെമ്മാക്കി കാണിച്ചു കഴിഞ്ഞാൽ, ഒന്ന് ബ്ലിങ്ക് ചെയ്ത് കാണിച്ചാൽ അതൊരു സൂചനയാണെന്ന് പോലും അറിയാത്ത എത്രയോ പേരുണ്ട്. ഇവരെല്ലാം ഓരോ ഡ്രൈവിംഗ് സ്കൂളിൽ നിന്നും ഡ്രൈവിംഗ് പഠിച്ചിറങ്ങിയല്ലേ. ഇതൊക്കെ ഡ്രൈവിംഗ് സ്കൂളുകാർ പറഞ്ഞു കൊടുക്കണ്ടേ? നിങ്ങൾ രാത്രി വണ്ടി ഓടിക്കുമ്പോൾ ഹൈ ബീം ഇടരുത്, അത്യാവശ്യമുള്ള ഘട്ടത്തിൽ മാത്രം, അല്പസമയത്തേക്ക് ഒട്ടും കണ്ണു കാണാൻ വയ്യാത്ത ഏതെങ്കിലും സാഹചര്യത്തിൽ മാത്രമേ ഹൈ ബീം ഉപയോഗിക്കാവൂ. എതിരെ വണ്ടി വരുമ്പോൾ ഒരിക്കലും ഹൈ ബീം ഉപയോഗിക്കരുത്. ഇതൊക്കെ ആരാണ് പറഞ്ഞു കൊടുക്കേണ്ടത്? ആരും പറഞ്ഞു കൊടുക്കുന്നില്ല. MVDയും പറഞ്ഞു കൊടുക്കുന്നില്ല, ഡ്രൈവിംഗ് സ്കൂളും പറഞ്ഞു കൊടുക്കുന്നില്ല. എന്നിട്ട് അപകടം പറ്റുമ്പോൾ അത് റോഡിൻ്റെ കുഴപ്പമാണ്, വണ്ടിയുടെ കുഴപ്പമാണ്, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പ്രശ്നമാണ് എന്നൊക്കെ പറഞ്ഞ് മൂലകാരണത്തിൽ നിന്നും ഇവർ വ്യതിചലിച്ച് പോവുകയാണ്. നമ്മുടെ ഡ്രൈവിംഗ് സ്കൂളുകളും MVDയും ഒന്ന് മനസ്സ് വെച്ചാൽ നമ്മുടെ റോഡുകളിലെ അപകടം ഗണ്യമായിട്ട് കുറയ്ക്കാൻ സാധിക്കും. അതൊരാൾക്ക് ലൈസൻസ് കിട്ടുന്നതിന് മുമ്പ് തന്നെ ചെയ്യേണ്ട ചില കാര്യങ്ങളിലൂടെയാണ് സാധിക്കുന്നത്. അതിൻ്റെ ഒപ്പം റോഡുകളിൽ അശ്രദ്ധമായിട്ട് വണ്ടി ഓടിക്കുന്ന ആൾക്കാരെ കണ്ടുപിടിക്കാനുള്ള ശ്രമം നടത്തുന്നതിലൂടെ. താങ്ക് യു.